ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾസ് ഇലക്ട്രോണിക്സ്. ഓൾസ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ അസംബിൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ട് ഒരു വേരിയബിൾ പവർ സപ്ലൈ എങ്ങനെ അസംബിൾ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഓൾസ് ഇലക്ട്രോണിക്സിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് അസംബിൾ ചെയ്തെടുക്കുന്നതെന്നാണ് നോക്കിയത്. അപ്പോൾ ഒരു 12 വോൾട്ട് ട്രാൻസ്ഫോമർ അസംബിൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനോ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ. വേരിയബിൾ പവർ സപ്ലൈ ഉണ്ടെങ്കിൽ നമുക്ക് 1.5 വോൾട്ട് മുതൽ 30 വോൾട്ട് വരെയുള്ള 1 ആംപിയറിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനും വർക്ക് ചെയ്യിപ്പിക്കാനും പറ്റുന്നതാണ്. അത്തരത്തിലുള്ള പവർ സപ്ലൈ ആണ് ഇന്ന് ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ നിന്ന് ഉപയോഗിക്കുന്ന റെഗുലേറ്റർ IC എന്ന് പറഞ്ഞാൽ LM317 ആണ്. സിമ്പിളായിട്ട് അധികം കമ്പോണൻസ് ഒന്നും ഇല്ലാതെ ഒരു റെസിസ്റ്റൻസും ഒരു കൺട്രോളറും മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പവർ സപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ആദ്യം എടുക്കാം. ഇതാണ് LM317 റെഗുലേറ്റർ IC. പിന്നെ വേണ്ടത് ഈ റെസിസ്റ്റൻസ് ആണ്. 220 അല്ലെങ്കിൽ 250 ഓംസ് റെസിസ്റ്റൻസ്. ഒരു 100 ഓംസും ഒരു 150 അങ്ങനത്തെ ഇവിടെ സീരിയലായിട്ട് 250 ഓംസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കണമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഒരു ഹീറ്റ് സിങ്ക് ആണ്. ഹീറ്റ് സിങ്ക് ഇത്രയും വലുതൊന്നും വേണ്ട, ഇത്രയൊക്കെ ഉള്ളൊരു പീസ് കിട്ടിയാൽ മതി ഈ റെഗുലേറ്റർ IC ഇതിൽ വെച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യം ഈ റെഗുലേറ്റർ IC ഈ ഹീറ്റ് സിങ്കിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഈ സർക്യൂട്ടിൽ കാണുന്ന പോലെ ഈ സർക്യൂട്ട് നോക്കി അസംബിൾ ചെയ്ത് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. റെഗുലേറ്റർ IC ഇതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട്. ഒറ്റ ഒരു വാല്യൂ ആയിട്ട് കിട്ടാത്തതുകൊണ്ട് 2 റെസിസ്റ്റൻസ് എടുത്തിട്ട് ഒരു വാല്യൂ ആയിട്ട് ഇതുപോലെ സീരിയൽ ചെയ്ത് ഉപയോഗിക്കുന്നത്. റെഗുലേറ്റർ ICയുടെ ഒന്നാമത്തെ കാലും രണ്ടാമത്തെ കാലും കൂടെ ഈ റെസിസ്റ്റൻസ് ഇട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കും. ഈ യെല്ലോ വയർ എടുത്തിട്ട് ഇതിൻ്റെ വേരിയബിൾ കൺട്രോളിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ സോൾവ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പച്ച വയർ എടുത്തിട്ട് അതിൻ്റെ ലെഫ്റ്റ് ലെഗിൽ സോൾവ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. അത് നമ്മൾ പവർ കൊടുക്കുന്നതിൻ്റെ നെഗറ്റീവിൽ കൊടുക്കുക. ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കേണ്ടത് 3ാമത്തെ പിന്നിലാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത് 2ാമത്തെ പിന്നിൽ നിന്ന്. 2ാമത്തെ പിന്നിലോട്ട് സോൾവ് ചെയ്ത് കൊടുക്കുക. ഔട്ട്പുട്ട് എടുക്കുന്നത് 2ാമത്തെ കാര്യം. പച്ച കൺട്രോളിൻ്റെ പച്ച വയറിലോട്ട് ഈ ബ്ലാക്ക് വയർ, ഇത് രണ്ടുമാണ് നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സപ്ലൈ. ഇതിലോട്ട് ഒരു 30 വോൾട്ടോ 25 വോൾട്ടോ പവർ സപ്ലൈ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് $25 വോൾട്ടുണ്ട് DC. നമുക്കിതിൽ കണക്ട് ചെയ്ത് നോക്കാം. 3ാമത്തേൽ ഇൻപുട്ട് വോൾട്ടേജ്, വോൾട്ടേജിൻ്റെ നെഗറ്റീവ് വയർ കോമൺ ആയിട്ട് ഇതിലോട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇത് സിമ്പിളായിട്ടുള്ളൊരു വേരിയബിൾ പവർ സപ്ലൈ ആണ്. ഇനി വോൾട്ടേജ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. AC ഇതിൽ 1000 വോൾട്ടാണ് ലൈൻ കിടക്കുന്നത്. അതുകൊണ്ട് ചെറിയ വോൾട്ടേജിലൊന്നും
കാണിക്കത്തില്ല പെട്ടെന്ന്. $23 വോൾട്ട്, 25 വോൾട്ടും കിട്ടും. പക്ഷേ ഇതിൽ 2 വോൾട്ടേജ് എപ്പോഴും കുറച്ചാണ് കാണിക്കുന്നത്. 18, 17, 16, 15, 14, 13, 12 വോൾട്ട് കിട്ടും. 10, 9, 8, 9, 8, 7, 6, 5, 4, 3, 2, 1. 1 വോൾട്ട് മുതൽ 25 വോൾട്ട് വരെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 1.5 ആംപിയറാണ് മാക്സിമം. 1 ആംപിയർ കൊടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ റെഗുലേറ്റർ ഐ സി കേടാവാതെ ഇരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്നതാണ്. ഇത് സിമ്പിളായിട്ടുള്ള സർക്യൂട്ട്. അടുത്ത് നല്ലൊരു ബെഞ്ച് പവർ സപ്ലൈ നമുക്ക് ചെയ്തെടുക്കാം. അതായത് ആംപിയറും വോൾട്ടേജും കുറച്ച് കൂട്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പവർ സപ്ലൈ. ബൾബ് കൊടുത്തോളൂ. ഇത് 50 വാട്ട്സിൻ്റെ ബൾബാണ്, കത്തുമെന്നറിയില്ല. ഡാമേജ് ആകാൻ ചാൻസ് കൂടുതലാണ് റെഗുലേറ്റർ ഐ സി. 3 ആംപിയർ ഉള്ളതുകൊണ്ട്. 1 വാട്ട്സോ 2 വാട്ട്സോ ബൾബൊക്കെ ആണെങ്കിൽ കൊടുത്ത് നോക്കാമായിരുന്നു. ഈ സിമ്പിൾ പവർ സപ്ലൈ റെഗുലേറ്റർ സർക്യൂട്ട് ഉപയോഗിച്ച് 1.5 വോൾട്ട് മുതൽ 30 വോൾട്ട് വരെയുള്ള എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും ചെക്ക് ചെയ്തും വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാവുന്നതാണ്. സിമ്പിൾ വേരിയബിൾ പവർ സപ്ലൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നുള്ള വീഡിയോയിലും ഉണ്ടായിരിക്കുന്നതാണ്.